ചാണ്ടിയുമ്മൻ, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ. അപ്പൻ്റെ ഓർമ്മ, അപ്പൻ്റെ സ്വഭാവ ഗുണത്തിലൂടെ ഓർത്തെടുക്കാൻ കാട്ടിയ ധൈര്യത്തിന് മുമ്പിൽ എൻ്റെ നല്ല നമസ്കാരം. അപ്പനെ പോലെ നിങ്ങൾക്കും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പനെ ഇന്ന് വാഴ്ത്തിപ്പാടുന്ന മാധ്യമലോകം മുഴുവൻ അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം പകരട്ടെ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബൈബിൾ വായിച്ചവർക്ക് മനസ്സിലാകും, ഇവിടെ ചാണ്ടിയുമ്മൻ ചെയ്തത് ശത്രുവിൻ്റെ ശിരസിൽ തീക്കനൽ കൂന കൂട്ടുകയാണ്. ഇതേ നിലപാട് തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയിൽ ഉണ്ടായിരുന്നതും. ഞാൻ ആ വാക്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. റോമ 12-ാം അധ്യായം 20-21 വാക്യങ്ങൾ. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ.